കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ സിപിഐഎമ്മിനെതിരെ നിർണായക നീക്കവുമായി ഇഡി. ബാങ്കിൽ സിപിഐഎമ്മിന് 5 അക്കൗണ്ടുകൾ ഉണ്ട് എന്നാണ് ഇഡിയുടെ കണ്ടെത്തൽ. ഏരിയ കമ്മിറ്റിക്ക് വിവിധ ബാങ്കുകളിൽ 25 അക്കൗണ്ടുകൾ ഉണ്ട്. ഇവയൊന്നും സിപിഐഎം സമർപ്പിച്ച കണക്കുകളിൽ ഇല്ല. ഇത് ചൂണ്ടിക്കാട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷനും റിസർവ് ബാങ്കിനും ഇഡി കത്ത് നൽകി. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ രഞ്ജിത്ത് രാമചന്ദ്രൻ, അനീഷ് കുമാർ, ഡാനി പോൾ എന്നിവർ ആണ് ചേരുന്നത്. രഞ്ജിത്തിലേക്ക്. രഞ്ജിത്ത്, ഏറ്റവും സുതാര്യം എന്ന് അവകാശപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് സിപിഐഎം. പ്രത്യേകിച്ച് മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഒക്കെ ചർച്ചയിൽ ഉയരുന്ന ഒരു സാഹചര്യത്തിൽ മസാല ബോണ്ട് സുതാര്യമാണ് എന്ന് പറയുകയും പാർലമെന്റ് പാസാക്കി ഇലക്ട്രൽ ബോണ്ട് അഴിമതിയാണ് എന്ന് പറയുകയും അങ്ങനെ ഇലക്ട്രൽ ബോണ്ടിലൂടെ ഞങ്ങൾക്ക് പണം വേണ്ട എന്ന നിലപാട് സ്വീകരിക്കുകയും ചെയ്ത രാഷ്ട്രീയ പാർട്ടിയാണ് സിപിഐഎം. ആ സിപിഐഎമ്മിന് കള്ള അക്കൗണ്ടുകൾ ഉണ്ട് എന്ന റിപ്പോർട്ടുകളാണോ ഇപ്പോൾ പുറത്തു വരുന്നത്? തീർച്ചയായും സിപിഎമ്മിനെ പ്രതിരോധത്തിലാക്കുന്നതാണ് പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് കാലത്ത് ഇഡിയുടെ പുതിയ റിപ്പോർട്ട്. ഇഡി ഇതുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും റിസർവ് ബാങ്കിനെയും സമീപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ കാര്യം. 5 അക്കൗണ്ടുകൾ സിപിഎമ്മിന് കരുവന്നൂർ ബാങ്കിൽ ഉണ്ട് എന്നാണ് ഇഡിയുടെ കണ്ടെത്തൽ. ഇതുകൂടാതെ 25ഓളം അക്കൗണ്ടുകൾ വിവിധ സഹകരണ ബാങ്കുകളുണ്ട്. ഇതൊന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ കണക്കുകളിൽ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ വിവരം ാണ് ഇഡി തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും റിസർവ് ബാങ്കിനെയും സമീപിച്ചിരിക്കുന്നത്. നമുക്കറിയാം, അഭിലാഷ്, കഴിഞ്ഞ ദിവസമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ വിവാദമായ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിനെ കുറിച്ച്, സ്വർണ്ണക്കടത്തിനെയും പരാമർശിച്ച് BJP നേതാക്കളോട് സംസാരിച്ചത്. കരുവന്നൂർ കേസിൽ കുറ്റക്കാരായ ഒരാളെ പോലും വെറുതെ വിടില്ല എന്നാണ് ഇന്നലെ നരേന്ദ്രമോദി ഓൺലൈൻ സംവാദത്തിൽ അറിയിച്ചത്. ഇഡി പിടിച്ചെടുത്ത പണം നിക്ഷേപകർക്ക് തിരികെ നൽകും എന്ന പ്രഖ്യാപനവും പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് വളരെ പ്രധാനപ്പെട്ട നീക്കവുമായി ഇഡി മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, CPM നേതാക്കളടക്കം ഇതുമായി ബന്ധപ്പെട്ട പ്രതികളാണ്. പലരും അറസ്റ്റിലായ പശ്ചാത്തലമൊക്കെ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിലുണ്ടായിരുന്നു. അതിനുശേഷം ഇഡിയുടെ നീക്കം ഒന്ന് മന്ദഗതിയിലായി എന്ന സൂചനകൾ ഉണ്ടായ പശ്ചാത്തലത്തിൽ കൂടിയാണ് നിർണായകമായ ഈ നീക്കം എന്നതുകൂടി ചേർത്ത് വായിക്കണം. ഇത് CPMനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ കണക്കുകളിൽ ഈ അക്കൗണ്ടുകൾ ഇല്ല എങ്കിൽ ഈ അക്കൗണ്ടുകളിലെ പണവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളും CPMന് നൽകേണ്ടി വരും. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കും. സ്വാഭാവികമായും റിസർവ് ബാങ്കും വിശദാംശങ്ങൾ തേടും. അങ്ങനെ ഏറെ നിർണായക ഒരു നീക്കത്തിലേക്ക് ഇഡി കടക്കുമ്പോൾ CPM കുറച്ചുകൂടി പ്രതിരോധത്തിലാകുന്ന പശ്ചാത്തലം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഇഡി കഴിഞ്ഞ കുറെ മാസങ്ങളായി നമുക്കറിയാം, കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലാണ്. നിരവധി അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്ത പശ്ചാത്തലമുണ്ട്. നിരവധി നേതാക്കൾ അറസ്റ്റിലായ സാഹചര്യമുണ്ട്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേരളത്തിൽ CPM, കോൺഗ്രസ് അടക്കം നിർണായകമായി തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണ വിഷയമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന പശ്ചാത്തലമുണ്ട്. നിരവധി നേതാക്കളുടെ പങ്ക് വ്യക്തമായ സാഹചര്യമുണ്ട്. തൃശൂരിൽ ശക്തമായ പ്രചരണ വിഷയമാണ് കരുവന്നൂറുമായി ബന്ധപ്പെട്ട കാര്യം. ഇതിനിടയിലാണ് നിർണായകമായ ഈ നീക്കം ഇവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അതായത് രഞ്ജിത്ത്, ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ ഒപ്പം അമിത്ഷായ്ക്ക് കേന്ദ്രത്തിൽ സഹകരണ വകുപ്പ് കൂടി ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിലടക്കം അമിത്ഷാ നിർണായകമായ ചില പ്രഖ്യാപനങ്ങളും നിരീക്ഷണങ്ങളും നടത്തിയിരുന്നു. ഈ സഹകരണ ബാങ്കുകളുടെ പ്രവർത്തനങ്ങൾ മോണിറ്റർ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത്. പലപ്പോഴും സഹകരണ ബാങ്കുകളെ നിയന്ത്രിക്കുന്നത് പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളാണ്. അത് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുമാണ് എന്നതാണ് എടുത്തു പറയേണ്ടത്. അതുകൊണ്ട് തന്നെ ആ ഘട്ടത്തിലടക്കം കേരളത്തിന്റെ സഹകരണ മേഖലയെ തകർക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്ന വലിയ വിമർശനം ഉന്നയിച്ചത് CPIM ആയിരുന്നു. പാർട്ടി നേതാക്കളടക്കം രംഗത്ത് വന്നൊരു പശ്ചാത്തലം ഉണ്ടാകുന്നു. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് പിന്നീട് കരുവന്നൂർ ഉൾപ്പെടെയുള്ള ബാങ്കുകളിലെ കണക്കുകൾ പുറത്തേക്ക് വരുന്നത്. അതാകട്ടെ പാർട്ടി അംഗങ്ങളോ അല്ലെങ്കിൽ മുൻ പാർട്ടി നേതാക്കളോ ഒക്കെ നൽകിയിട്ടുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലാണ്. മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയല്ല. ഈ സഹകരണ ബാങ്കുകളിൽ വലിയ തോതിൽ അഴിമതി നടക്കുന്നു, കള്ള ഇടപാടുകൾ നടക്കുന്നു, ഇല്ലാത്ത ഭൂമിക്ക് പണയം വായ്പ നൽകുന്നു. അത്തരം ഇടപാടുകളെ സംബന്ധിച്ച് പാർട്ടി നേതാക്കൾ തന്നെയാണ് പരാതി നൽകിയത്. പക്ഷേ അത് ബാങ്കിംഗ് മേഖലയെ തകർക്കുവാനുള്ള നീക്കമാണ് എന്നുള്ളതായിരുന്നു CPIMന്റെ പ്രതിരോധം. അപ്പോൾ അതും സംശയത്തിന്റെ നിഴലിലാകുന്ന ഒരു സാഹചര്യമാണോ ഇപ്പോഴുള്ളത്? തീർച്ചയായും. കാരണം ഈ CPMന്റെ നിരന്തരമായ വിശദീകരണം ഇഡി, കേന്ദ്ര ഏജൻസികളുടെ കേരളത്തിലെ അല്ലെങ്കിൽ പ്രതിപക്ഷ കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ഇടപെടലുകളാണെന്ന് നമുക്കറിയാം. അരവിന്ദ് കെജ്രിവാൾ വിഷയം അല്പസമയം മുമ്പ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തിയപ്പോഴും പ്രധാനമായും ചൂണ്ടിക്കാട്ടിയത് അതാണ്. കാരണം ഇഡിക്കെതിരെ ശക്തമായ നിലപാടെടുത്ത സംസ്ഥാനമാണ് കേരളം എന്ന് അദ്ദേഹം പറയുകയുണ്ടായി.
കെജ്രിവാളിന്റെ അറസ്റ്റ് പ്രതിപക്ഷ കക്ഷികളെ നിശബ്ദരാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്ന് പറഞ്ഞു. ഇതിനെതിരെ ഡൽഹിയിൽ നടത്തിയ റാലി വൻ വിജയമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു വെച്ചതുകൂടി ഇതോടെ ചേർത്ത് വായിക്കണം. ഇതിനിടയിലാണ് ഈ ശോഭാ സുരേന്ദ്രൻ അടക്കം ഈ വിഷയത്തിൽ നിരവധി പരാമർശങ്ങൾ നടത്തിയിരുന്നത്. അവർ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ഒരു കത്ത് നൽകി CPM നേതാക്കളുടെ പങ്കുമായി ബന്ധപ്പെട്ട എന്ന വിവരങ്ങളടക്കം അവർ തന്നെ വെളിപ്പെടുത്തിയിരുന്നു. നടപടി ഉണ്ടാകും, തെരഞ്ഞെടുപ്പിന് മുൻപ് ഈ വിഷയത്തിൽ കൂടുതൽ അറസ്റ്റുകളിലേക്ക് കാര്യങ്ങൾ പോകും എന്ന് BJP നേതാക്കൾ പറയുന്നുണ്ടായിരുന്നു. 55 പേരെ പ്രതികളാക്കിയുള്ള ഒരു കുറ്റപത്രമാണ് കരുവന്നൂർ കേസിൽ ED സമർപ്പിച്ചിട്ടുള്ളത് എന്നുകൂടി നമ്മൾ ചേർത്ത് വായിക്കണം. ഇതിൽ ഭൂരിഭാഗം ആൾക്കാരും അവിടുത്തെ ജീവനക്കാരാണ്. ഇവരൊക്കെ ഈ CPM നേതാക്കളുടെ സ്വാധീനത്തിൽപ്പെട്ട് പല വിധത്തിൽ ഈ വിഷയത്തിൽ കുടുങ്ങിയതാണ് എന്നുള്ള വിശദീകരണം പ്രതികളായ പലരും മാധ്യമങ്ങളോട് പങ്കുവച്ചതൊക്കെ നമ്മൾ ചേർത്ത് വായിക്കണം. അങ്ങനെ നോക്കുമ്പോൾ CPM ഈ വിഷയം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ BJP ഈ വിഷയം കൊണ്ടുവരും. CPM പ്രതിരോധിക്കുന്നത് EDയുടെ കേന്ദ്ര ഏജൻസികളുടെ ഒപ്പം കേന്ദ്രത്തിന്റെ സഹകരണ ബാങ്കുകളെ അടക്കം തകർക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് എന്നുള്ള രീതിയിലാണ്. പക്ഷെ അതിനെ പോലും പ്രതിരോധിക്കുന്ന വിധത്തിലാണെങ്കിൽ അല്ലെങ്കിൽ അതിനപ്പുറത്തുള്ള രീതിയിലാണ് ഇപ്പോൾ ED കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ബാങ്ക് അക്കൗണ്ടുകളുടെ വിവരങ്ങളുമായി ബന്ധപ്പെട്ട നിയമപരമായി തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും റിസർവ് ബാങ്കിനെയും സമീപിച്ച് നടപടികൾ സ്വീകരിക്കാനുള്ള ശ്രമത്തിലാണ് ED എന്നത് ഈ കേസിന്റെ ഈ വിഷയത്തിന്റെ ഗൗരവം കൂട്ടുന്നുണ്ട്. കാരണം അനധികൃതമായ അക്കൗണ്ടുകൾ അല്ലെങ്കിൽ വ്യാജ അക്കൗണ്ടുകൾ എന്ന തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടാവുന്ന നിലയിലാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നുകൂടി മനസ്സിലാക്കണം. അപ്പോൾ അതിന് മറുപടി CPM നൽകേണ്ടി വരും. തെരഞ്ഞെടുപ്പ് കാലമാണ്. ഏതൊക്കെ തരത്തിൽ ഈ വിഷയത്തിൽ നടപടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിക്കും എന്നത് കാത്തിരുന്ന് കാണണം. ഒപ്പം റിസർവ് ബാങ്കും ഈ വിഷയത്തിൽ നിർണായകമായ നടപടികൾ സ്വീകരിച്ചേക്കാം. അങ്ങനെ നിർണായകമായ നീക്കങ്ങളുമായാണ് EDയുടെ ഓരോ ചലനങ്ങളും. തീർച്ചയായും രഞ്ജിത്ത്, തെരഞ്ഞെടുപ്പ് കാലമാണ്. തെരഞ്ഞെടുപ്പ് കാലത്തിൽ ആദായ നികുതി വകുപ്പിനെ അടക്കം ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾ വരിഞ്ഞു മുറുക്കുകയാണ് കേന്ദ്ര സർക്കാർ എന്ന വിമർശനം നിലനിൽക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഹർജി ഇന്ന് കോൺഗ്രസിന്റെ ഹർജി കോടതി പരിഗണിക്കാനിരിക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോഴും കള്ള ഇടപാടുകൾ നടന്നിട്ടുണ്ട് എങ്കിൽ അതിനെ രാഷ്ട്രീയ പകപോക്കൽ എന്ന് പറഞ്ഞുകൊണ്ട് ന്യായീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ CPM-നും സാധിക്കുമെന്ന് കരുതാനാവില്ല. ഡാനി പോളുണ്ട് കൊച്ചിയിൽ നിന്ന്. ഡാനി, ഈ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടത് കരുവന്നൂരിലെ തട്ടിപ്പ് ആയിരുന്നു. 150 കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് ആ ബാങ്കിൽ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് പ്രാഥമികമായ കണ്ടെത്തൽ. മാത്രവുമല്ല, നിക്ഷേപകർ ഉൾപ്പെടെയുള്ളവർ തങ്ങൾക്ക് പണം തിരിച്ചു നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബാങ്കിന് മുന്നിൽ ക്യൂ നിൽക്കുന്നത് കേരളം കണ്ടതുമാണ്. അതുകൊണ്ട് തന്നെ തട്ടിപ്പൊന്നും നടന്നിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിയാനൊന്നും ആർക്കും സാധിക്കില്ല. പക്ഷേ ഇതിൽ എടുത്തു പറയേണ്ടത് AC മൊയ്തീൻ എന്ന നേതാവാണ് CPM-നെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ ഏറ്റവും സംശയത്തിന്റെ മുന്നിൽ നിൽക്കുന്ന പ്രമുഖനായ നേതാവ്. ഇതിപ്പോൾ പാർട്ടിയിലേക്ക് കൂടി വ്യാജ അക്കൗണ്ടുകൾ ഉണ്ടാക്കുന്നു. വ്യാജ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ പുറത്ത് പറയാത്ത അക്കൗണ്ടുകളെ നമുക്ക് വ്യാജം എന്ന് വിശേഷിപ്പിക്കാനാവില്ല. പക്ഷേ പുറത്ത് വെളിപ്പെടുത്താത്ത, കണക്കുകളിൽ കാണിക്കാത്ത അക്കൗണ്ടുകൾ CPM-നുണ്ട് എന്ന റിപ്പോർട്ടുകൾ ആണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അത് പാർട്ടിയെ എത്രത്തോളം പ്രതിരോധത്തിലാക്കുന്ന ഒന്നാണ്. അഭിലാഷ, കരുവന്നൂർ ബാങ്ക് വിഷയങ്ങൾ ചർച്ചയായത് മുതൽ അന്നു മുതൽ CPM-ന് തലവേദന തുടങ്ങിയതാണ്. അത് ഒട്ടും അവസാനിച്ചിട്ടില്ല. ഇടയ്ക്ക് EDയുടെ നീക്കങ്ങൾ അല്പം മന്ദീഭവിച്ചു എന്ന് തോന്നുന്ന ഘട്ടത്തിൽ ഒരു ആശ്വാസത്തിൻ്റെ ഇടവേളകൾ ഉണ്ടാകുമെങ്കിലും പക്ഷെ പിന്നീട് അത് വലിയ തലവേദനകളിലേക്ക് വീണ്ടും എത്താറുണ്ട്. നമ്മൾ ഇതിൽ കാണേണ്ടത് CPM ജില്ലാ സെക്രട്ടറിയായ MM വർഗീസ്, തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസിനെ 4 തവണയാണ് ED ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത്. CPM-ന്റെ ജില്ലയിലെ ഏറ്റവും വലിയ നേതാവിനെയാണ് അതിലേക്ക് ചോദ്യം ചെയ്യാൻ 4 തവണ വിളിപ്പിക്കുകയും ചെയ്തത്. AC മൊയ്തീനെ 1 തവണ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു. പിന്നീട് അത് വളരെയധികം നേരം സമയം നീണ്ടു നിന്നു. പിന്നീട് അദ്ദേഹത്തിന് നോട്ടീസ് അയച്ചെങ്കിലും പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് അദ്ദേഹം അതിന് ഹാജരാകുകയും ചെയ്തിരുന്നില്ല, നീണ്ടുപോവുകയും ചെയ്തു. പക്ഷേ തുടർന്ന് ഇങ്ങോട്ട് വലിയ രീതിയിൽ തന്നെ അന്വേഷണം നടക്കുകയും ചെയ്തു. ഇതിൽ 33 പ്രതിയായ ഈ ബാങ്കിന്റെ തന്നെ മുൻ സെക്രട്ടറി കൂടിയായ PR സുനിൽകുമാർ നൽകിയ മൊഴിയുണ്ട്. സുനിൽകുമാർ കോടതിയിൽ മാപ്പുസാക്ഷിയായി നൽകിയ മൊഴി അത് CPM-നെ അങ്ങേയറ്റം വലയ്ക്കുന്നതാണ്. CPM-നെ ഏറ്റവും കൂടുതൽ പ്രതിരോധത്തിലാഴ്ത്തുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള ഇടപാടുകളുടെ വസ്തുതകൾ സംബന്ധിയായ കാര്യങ്ങൾ എല്ലാം തന്നെ മാപ്പുസാക്ഷി എന്ന രീതിയിൽ തന്നെ മൊഴിയായി തന്നെ നൽകിയിട്ടുള്ളതാണ്. കോടതി അത് രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഇതിൽ ഏറ്റവും പ്രധാനമെന്നത് ഇതിൽ സമാന്തര മിനിറ്റ്സുകൾ അടക്കം സൂക്ഷിച്ചിരുന്നു എന്നതാണ്. ഈ മിനിറ്റ്സുകൾ പിന്നീട് അത് കൈമാറ്റം ചെയ്യപ്പെടുന്നു, വീട്ടിലേക്ക് തന്നെ കൊണ്ടുപോകുന്നു. അവിടെ ഇരുന്ന പല കാര്യങ്ങളും തന്നെ തയ്യാറാക്കുകയും ചെയ്തിരുന്നു. ഒപ്പം ഇതിൽ തുക അനുവദിക്കുന്നതിന് വായ്പകൾ, അനധികൃതമായ രീതിയിൽ വായ്പകൾ അനുവദിക്കുന്നതിന് നടത്തിയ കമ്മീഷൻ ഇടപാടുകൾ സംബന്ധിയായ കാര്യങ്ങൾ ഇതെല്ലാം തന്നെ ഈ മൊഴിയിലേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ CPM-ന്റെ പല നേതാക്കളുടെയും പേരുകളിലേക്ക് പിന്നീട് അത് ചെല്ലുകയും അന്വേഷണം ചെല്ലുകയും അടക്കം ചെയ്തിരുന്നു. CPM-ന്റെ തന്നെ പ്രാദേശിക നേതാവായിരുന്ന അരവിന്ദ് അഗ്നി കേസിൽ പ്രതിയായി അറസ്റ്റിലുമാണ്. അങ്ങനെ വളരെ
ഞാൻ ഡാനിയിലേക്ക് വളരെ പെട്ടെന്ന് മടങ്ങിയെത്താം. അല്പസമയം മുമ്പ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. ആ വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകർ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം ഉന്നയിച്ചു. ആ സമയത്ത് എന്താണ് മുഖ്യമന്ത്രി നൽകിയ മറുപടി കൂടി എന്ന് പ്രേക്ഷകർ കണ്ടുനോക്കുക. ഞാൻ ആദ്യമേ പറഞ്ഞു 10 മണി വരെയാണ്, ഒറ്റക്കാരി വരിയില്ല. ഞാൻ പറഞ്ഞു 10 മണി വരെയാണ് നമ്മൾ നടത്തുക എന്നുള്ളത്. ഇനി നിങ്ങളല്ലെങ്കിലും നിങ്ങളെ പോലെയുള്ളവരെ ഞാൻ വേറെ കാണും. അപ്പൊ ഞാൻ പറഞ്ഞോളാം. ഇപ്പൊ നമ്മൾ അവസാനിപ്പിക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറയാതെ ഞാൻ പോയി എന്ന് പറയാനാണെങ്കിൽ ചോദിക്കാം. ഞാൻ പറയില്ല എന്നുള്ളത് നേരത്തെ തന്നെ വ്യക്തമാക്കി. തുടങ്ങുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ 10 മണിക്ക് അവസാനിക്കും. നിങ്ങൾ എല്ലാം വാച്ചിൽ 10 മണിയായിട്ടുണ്ട്, അത് നോക്കിക്കോ. അതുകൊണ്ട് ബാക്കി കാര്യങ്ങൾ പിന്നീട്. സിപിഎമ്മിനെതിരെ ഇഡി തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരിക്കുകയാണ്. റിസർവ് ബാങ്കിനെതിരെ കോപ്പി കൊടുത്തു. റൈറ്റ്. ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി അനീഷ് കുമാർ ആണ് ചേരുന്നത്. അനീഷ്, ഈ വാർത്താ സമ്മേളനത്തിൽ അനീഷും ഉണ്ടായിരുന്നല്ലോ. എപ്പോഴാണ് മാധ്യമപ്രവർത്തകർ ഈ ചോദ്യത്തിലേക്ക് വന്നത്? സാധാരണ നമുക്കറിയാം, CM എപ്പോൾ വാർത്താ സമ്മേളനം നടത്തിയാലും അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ഒരു വിഷയമുണ്ടാകും. ആ വിഷയത്തിന്മേലുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് ശേഷമാണ് മറ്റ് ചോദ്യങ്ങളിലേക്ക് കടക്കുക. അതിനു മുമ്പ് കടന്നാൽ പലപ്പോഴും ക്ഷുഭിതനാകുന്ന മുഖ്യമന്ത്രിയെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിപ്പോൾ വിഷയത്തിന് ശേഷമാണ് മാധ്യമപ്രവർത്തകർ ആ ചോദ്യത്തിലേക്ക് കടന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇത്രയും ഗൗരവമേറിയ ഒരു വാർത്ത പുറത്തു വരുമ്പോൾ എന്തായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം? അഭിലാഷ്, അങ്ങനെയല്ല. കാരണം ഈ വാർത്താ സമ്മേളനം അരമണിക്കൂറാണ് നീണ്ടത്. അതിന്റെ 1/4 മണിക്കൂറോളം അദ്ദേഹം സംസാരിക്കുകയാണ് ചെയ്തത്. ഇതിനുശേഷം ആദ്യ ചോദ്യമായി തന്നെ ഈ ചോദ്യം ഉയർത്തിയെങ്കിലും പുറകിൽ നിന്ന് വന്നുയർന്ന മറ്റൊരു ചോദ്യത്തിന് അദ്ദേഹം മറുപടി നൽകുകയാണ് ചെയ്തത്. അത് വളരെ വിശദമായി, രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് വളരെ വിശദമായി മറുപടി നൽകി. അതിനുശേഷം പിന്നീട് വീണ്ടും കരുവന്നൂറുമായി ബന്ധപ്പെട്ട ചോദ്യം െങ്കിലും അദ്ദേഹം അതിനും മറുപടി നൽകാതെ റിയാസ് മൗലവിയുമായി ബന്ധപ്പെട്ട ചോദ്യത്തിനും വളരെ വിശദമായി ഉത്തരം പറയുകയായിരുന്നു. ഇതിനുശേഷമാണ് ഈ ചോദ്യം അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. എന്തായാലും ആ ചോദ്യം അദ്ദേഹത്തിന് മനസ്സിലായെങ്കിലും തന്റെ സമയപരിമിതി കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം നിങ്ങളുടെ വാച്ചിൽ നോക്കൂ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്ന കാഴ്ച. ഒരുപക്ഷെ നിങ്ങൾ ഈ ചോദ്യം ചോദിച്ചിട്ട് ഞാൻ മറുപടി നൽകിയില്ലെന്ന് പറയാൻ വേണ്ടിയാണെങ്കിൽ വീണ്ടും ചോദിച്ചുകൊള്ളൂ എന്നും അദ്ദേഹം പറയുകയും ചെയ്തു. എന്തായാലും ചോദ്യം അദ്ദേഹത്തിന് വ്യക്തമാവുന്ന രീതിയിൽ തന്നെ നമ്മൾ ഉയർത്തിയിരുന്നു. പക്ഷേ ആ ചോദ്യത്തിന് അദ്ദേഹം മറുപടി നൽകാതെ മറ്റ് 2 ചോദ്യങ്ങൾക്കും അനുബന്ധമായ ഒരു ചോദ്യത്തിനും മാത്രം മറുപടി നൽകി അദ്ദേഹം പോവുകയായിരുന്നു. എന്തായാലും CPM-നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ ഒരു നടപടി തന്നെയാണ് ഇപ്പോൾ EDയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, കോൺഗ്രസിന്റെ ഫണ്ടുകൾ മരവിക്കുന്നതുമായി ബന്ധപ്പെട്ട്, ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഒരു വശത്ത് നിൽക്കുമ്പോഴാണ് മറുവശത്ത് ഇത്രയും ഗുരുതരമായ ഒരു വിഷയമുണ്ടാവുകയും അതേക്കുറിച്ച് പലവട്ടം ആവർത്തിച്ച് ചോദിച്ചിട്ടും അദ്ദേഹം തെരഞ്ഞെടുക്കുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഉത്തരം പറയാൻ പര്യാപ്തമായ, അദ്ദേഹം എഴുതി തയ്യാറാക്കി മറുപടി കൊണ്ടുവന്ന ചോദ്യങ്ങൾക്ക് മാത്രം പറഞ്ഞു മടങ്ങുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. ഇനിയും നിങ്ങളുടെ ആളുകളെ കാണാമല്ലോ എന്ന രീതിയിൽ പറഞ്ഞാണ് അദ്ദേഹം മലപ്പുറം ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറപ്പെട്ടിരിക്കുന്നത്. അഭിലാഷ്, ഇതായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. രഞ്ജിത്ത്, ഇപ്പോൾ 5 അക്കൗണ്ടുകൾ കരുവന്നൂരിൽ മാത്രമുണ്ട്. പുറത്തറിയാത്ത അല്ലെങ്കിൽ വെളിപ്പെടുത്താത്ത 5 അക്കൗണ്ടുകൾ കരുവന്നൂരിൽ മാത്രമുണ്ട് എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. സഹകരണ സംഘങ്ങളിൽ ഉൾപ്പെടെ CPIM ഇത്തരത്തിൽ രഹസ്യ അക്കൗണ്ടുകൾ കീപ്പ് ചെയ്യുന്നുണ്ട് എന്ന തരത്തിൽ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്, കേന്ദ്ര സർക്കാരിന്, അതോടൊപ്പം തന്നെ റിസർവ് ബാങ്കിന്, ഇങ്ങനെ 3 തരത്തിൽ ആണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റിപ്പോർട്ട് നൽകിയിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ അക്കൗണ്ടുകൾ വഴി എന്തൊക്കെ ഇടപാടുകളാണ് നടന്നിട്ടുള്ളത്, എന്തിനു വേണ്ടിയായിരുന്നു ഈ അക്കൗണ്ടുകൾ ഇങ്ങനെ രഹസ്യമായി നിലനിർത്തിയത് എന്നത് സംബന്ധിച്ച പ്രാഥമികമായ വിവരങ്ങൾ നമുക്ക് പങ്കുവെക്കാൻ സാധിക്കുമോ? നമുക്കറിയാം, കരുവന്നൂർ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകളിലെ നിർണായക വിവരങ്ങൾ EDക്ക് ലഭിക്കുന്നു. CPM-ലെ വിഭാഗീയതയുടെ മറ്റൊരു തലം കൂടിയാണ് എന്നുള്ളതാണ്. കാരണം 2001 മുതൽ 2018 വരെ CPM-ന് കരുവന്നൂർ ബാങ്കിൽ വ്യാജ അക്കൗണ്ടുകൾ ഉണ്ടായിരുന്നു എന്നുള്ള വിവരം നേരത്തെ തന്നെ EDക്ക് ലഭ്യമായിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ബാങ്കിന്റെ ചുമതലയുണ്ടായിരുന്ന ഒരു നേതാവാണ് ഈ പാർട്ടിയുടെ അനുമതി ഇല്ലാതെ അക്കൗണ്ട് തുറന്നത് എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ഏതാണ്ട് 500 കോടിയോളം രൂപ ഈ അക്കൗണ്ടുകളിലൂടെ ട്രാൻസാക്ഷൻ നടന്നു എന്ന വിവരങ്ങളടക്കം നേരത്തെ പുറത്തു വന്നിരുന്നു. കള്ളപ്പണ ഇടപാടടക്കം ഈ വിഷയത്തിൽ ഉണ്ടായി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നീട് ബാങ്ക് പ്രതിസന്ധിയിലായപ്പോൾ ഈ അക്കൗണ്ടുകളിലെ പണം പൂർണ്ണമായും പിൻവലിച്ച്
അക്കൗണ്ട് ഇല്ലാതാക്കി എന്ന വിവരവും നേരത്തെ നമ്മൾ പുറത്തു വന്നിരുന്നതാണ്. CPM-ന്റെ പുറത്തശ്ശേരി കരുവന്നൂർ ലോക്കൽ കമ്മിറ്റികളുടെ അക്കൗണ്ട് മാത്രം അതിനുശേഷം ഈ ബാങ്കിൽ നിലനിർത്തിയിരുന്നു എന്നുള്ള വിവരമൊക്കെയാണ് നേരത്തെയുള്ള ED അന്വേഷണത്തിൽ പുറത്തു വന്നത്. ഇപ്പോൾ അതിനപ്പുറത്ത് നിൽക്കുന്ന പ്രധാനമായ നിർണായകമായ കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ചെറിയ പണമിടപാട് മാത്രമാണ് നടത്തുന്നത് ചില അക്കൗണ്ടുകളിലൂടെ എന്ന് പറയുമ്പോൾ തന്നെയും 3 അക്കൗണ്ടുകളിൽ കൂടി വൻതോതിൽ പണം ഒഴുകി എത്തി എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. 2020 പാർട്ടി നിർദ്ദേശ പ്രകാരമാണ് ഈ അക്കൗണ്ടുകൾ തുറന്നത് എന്നും EDക്ക് വ്യക്തമായിട്ടുണ്ട്. 2001-2018 ഉണ്ടായിരുന്ന ഈ 500 കോടി ട്രാൻസാക്ഷൻ നടന്ന അക്കൗണ്ട് പൂർണ്ണമായും ഇല്ലായി എങ്കിൽ പോലും ഈ 2020 ശേഷം തുടങ്ങിയ അക്കൗണ്ടുകളാണ് ഇവ എന്നാണ് വ്യക്തമാകുന്നത്. അതായത് കോവിഡ് കാലത്തിന്റെ ആ സമയത്ത് ഉണ്ടാകുന്ന ഒരു അക്കൗണ്ട് ട്രാൻസാക്ഷൻ ഒക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് വരുന്നത്. അങ്ങനെ ഈ അക്കൗണ്ട് തുറക്കാനൊക്കെ ഇവരെ സഹായിക്കുന്നത് ഈ ബാങ്കിൽ തന്നെ ഉന്നത ഉദ്യോഗസ്ഥയായിരുന്ന ഒരു പാർട്ടി അനുഭാവിയാണ് എന്നുള്ള വിവരവും ഈ ഘട്ടത്തിൽ ED പങ്കുവെക്കുന്നുണ്ട്. അങ്ങനെ നിർണായകമായ നിരവധി വെളിപ്പെടുത്തലുകൾ, നിരവധി തെളിവുകൾ EDക്ക് ഈ വിഷയത്തിൽ ലഭിച്ചിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇതൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് ഈ അക്കൗണ്ടുകളിലൂടെ നടന്ന പണത്തിന്റെ ട്രാൻസാക്ഷൻ ഉള്ള ഡെപ്പോസിറ്റ് ഒക്കെ ചൂണ്ടിക്കാട്ടിയാണ് ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ CPM നൽകിയ കണക്കുകളിൽ ഇല്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ ED തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും ഒപ്പം റിസർവ് ബാങ്കിനെയും സമീപിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. സ്വാഭാവികമായും ഇക്കാര്യത്തിൽ കൃത്യമായ വിശദീകരണം CPM-ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ CPM-നോട് ചോദിക്കും, വിശദീകരണം നൽകേണ്ടി വരും. റിസർവ് ബാങ്കിന്റെ നടപടിയും ഉണ്ടാകും. നമുക്കറിയാം കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ്, അതുമായി ബന്ധപ്പെട്ട സമാനമായ നിരവധി സഹകരണ ബാങ്ക് തട്ടിപ്പുകൾ റിസർവ് ബാങ്കിന്റെ റഡാറിലുള്ള തട്ടിപ്പുകൾ തന്നെയാണ്. അതിനുള്ള നടപടികൾ ശക്തമായി തന്നെ എടുക്കും എന്ന് നിരവധിയായ തവണ നേരത്തെ റിസർവ് ബാങ്ക് അത്തരത്തിൽ തീരുമാനങ്ങൾ എടുത്ത് പോകുന്നതുമാണ്. അവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കൂടി ഇടപെടൽ വരുമ്പോൾ പാർട്ടി എന്ന നിലയിൽ ഇതുവരെ നേതാക്കളായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട തട്ടിപ്പിന് കൂട്ടുനിന്നത് എങ്കിൽ നേതാക്കളുടെ സ്വന്തമായ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് പുറത്താണ് ഇത്തരം അക്കൗണ്ടുകൾ തുറന്നതെന്നും അവരുടെ വ്യക്തിപരമായ പണമാണ് എന്നൊക്കെ പറഞ്ഞ് കൈകഴിയുന്ന CPM-ന് ഇനി പാർട്ടി തലത്തിൽ ഇതിന്റെ വിശദീകരണം തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകേണ്ടി വരും. തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇത് വേണ്ടി വരിക എന്നതും നിർണായകമാണ്. അഭിലാഷ്, റൈറ്റ്. ജനുവരി 16-ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയച്ച കത്തിലാണ് കരുവന്നൂർ സഹകരണ ബാങ്കിലെ 5 അക്കൗണ്ടുകളെ സംബന്ധിച്ച് ED വിശദീകരിക്കുന്നത് എന്ന വിവരം ആണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വീണ്ടും ഡാനി പോളിലേക്ക് തന്നെ പോകേണ്ടതുണ്ട്. ഡാനി, എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അവരുടെ അക്കൗണ്ടുകൾ സംബന്ധിച്ച്, സ്രോതസ്സുകൾ സംബന്ധിച്ച്, വരുമാനം സംബന്ധിച്ച ഒരു വാർഷിക ഓഡിറ്റ് റിപ്പോർട്ട് ഉണ്ടാകും. അത് പിന്നീട് സബ്മിറ്റ് ചെയ്യുന്നൊരു സംവിധാനമൊക്കെയുണ്ട്, നികുതി സമ്പ്രദായവുമായി ബന്ധപ്പെട്ട് അടക്കം. അങ്ങനെ വാർഷിക ഓഡിറ്റ് സ്റ്റേറ്റ്മെന്റിൽ ഉൾപ്പെടെ ഈ അക്കൗണ്ടുകളെ സംബന്ധിച്ച വിവരങ്ങൾ ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടെ തീർച്ചയായും നമുക്കറിയാം ഇപ്പോൾ ദേശീയ തലത്തിൽ ഉൾപ്പെടെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇലക്ട്രൽ ബോണ്ടാണ്. അപ്പോഴും ഇലക്ട്രൽ ബോണ്ട് എന്നത് പാർലമെന്റ് പാസാക്കിയ ഒന്നായിരുന്നു എന്നുള്ളതും നമുക്കറിയാം. അങ്ങനെ ഇലക്ട്രൽ ബോണ്ട് വഴി പണം സ്വീകരിക്കുന്നത് പോലും അഴിമതിയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ആ പണം വേണ്ട എന്ന് പരസ്യമായി പ്രഖ്യാപിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് CPIM ഉൾപ്പെടെയുള്ള. CPM ആയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് കേസിൽ കക്ഷി ചേർന്നത്. തീർച്ചയായും അത് അഭിനന്ദനം അർഹിക്കുന്ന ഒന്ന് തന്നെയാണ്. ആ പാർട്ടി അഭിനന്ദിക്കാതെ വയ്യ. പക്ഷേ ഇങ്ങനെ രഹസ്യ അക്കൗണ്ടുകൾ സൂക്ഷിക്കുക, രഹസ്യമായ ഇടപാടുകൾ നടത്തുക, അത് പാർട്ടിയുടെ അക്കൗണ്ട് അല്ലെങ്കിൽ പാർട്ടിയുടെ വരുമാനം, പാർട്ടിയുടെ ശേഖരം എന്ന നിലയിൽ കാണിക്കാതിരിക്കുക, അതും സമാനമായ തരത്തിൽ തന്നെ വിമർശിക്കപ്പെടേണ്ട ഒന്നല്ലേ? ഇപ്പോൾ പൊതുവിൽ ഏറ്റുവാങ്ങുന്നുണ്ട്. കാരണം ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ CPM എടുത്തിരുന്ന നിലപാട് തങ്ങൾ അത്തരം സംഭാവനകൾ സ്വീകരിക്കുന്നില്ല എന്ന നിലപാട് വലിയ രീതിയിൽ തന്നെ അത് അംഗീകാരം നേടിയിരുന്നു, ശ്ലാഘനീയമായി തന്നെ പലരും വിലയിരുത്തിയിരുന്നു. പക്ഷേ അതേസമയം തന്നെയാണ് ഇതുപോലുള്ള ഇത്തരം കരുവന്നൂർ ബാങ്ക് പോലുള്ള ഈ ഇടപാടുകളിലേക്ക് വരികയും അത് മറയാക്കിക്കൊണ്ട് എങ്കിൽ പിന്നെ ഇത്തരം ഈ സംഭാവനകൾ സ്വീകരിക്കാത്തവർ എന്തിന് ഇത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നു, ഇവർ ഈ രീതിയിൽ പണം സമാഹരിക്കുമ്പോൾ എന്തിന് ഇലക്ട്രൽ ബോണ്ട് വഴിയുള്ള സഹായം ഇവർക്ക് എന്തിന് തുടങ്ങിയ പരിഹാസ രൂപേണയുള്ള വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ എതിരാളികളുടെ ഭാഗത്തു നിന്ന് പലരും തന്നെ ഇത് ഉന്നയിക്കുകയും ചെയ്തിരുന്നു. അത് കരുവന്നൂർ ബാങ്ക് വിഷയം മുൻനിർത്തിക്കൊണ്ട് മാത്രം തന്നെയായിരുന്നു ആ വിഷയങ്ങളിലേക്ക് വന്നിരുന്നത്. വലിയ രീതിയിൽ അത്തരം വിമർശനങ്ങൾ CPM ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് ഈ കാലയളവിൽ. അത് വ്യക്തമായും തന്നെ ED അടക്കമുള്ള ഏജൻസികൾ ഈ അന്വേഷണത്തിലേക്ക് വന്നതോടുകൂടി തന്നെ CPM അതിൻ്റെ ഒരു പൊതു റഡാറിലേക്ക് വരികയും ചെയ്തു. കരുവന്നൂർ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിൽ തന്നെയുള്ള തട്ടിപ്പുകൾ നടന്നിട്ടുണ്ട് എന്ന
ആദ്യഘട്ട കുറ്റപത്രത്തിലും പിന്നീട് ഈ മാപ്പുസാക്ഷിയുടേതായ അടക്കമുള്ള മൊഴികളിലും എല്ലാം വരുമ്പോൾ വലിയ രീതിയിലുള്ള ഇടപാടുകൾ നടന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രധാന ഗുണഭോക്താവ് എന്ന രീതിയിലേക്ക് ഈ പാർട്ടി മാറിയിട്ടുണ്ട് എന്നൊരു ആരോപണം ശക്തിപ്പെടുകയും എല്ലാം തന്നെ ചെയ്തിരുന്നു. പല CPM നേതാക്കളെയും തന്നെയും സംസ്ഥാന നേതൃത്വത്തിൽ തന്നെയും ഇതിലേക്ക് ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കേണ്ട ഒരു ഘട്ടത്തിലേക്ക് ED കടക്കുന്നു എന്നൊരു തോന്നലുണ്ടാക്കുകയും എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരം ഈ സംഭാവന ഇലക്ട്രൽ ബോണ്ടിൽ നിന്ന് ഒഴിഞ്ഞു മാറിയതുകൊണ്ട് അതിൽ തങ്ങളുടെ കൈകൾ ശുദ്ധമാണെന്ന് പറയുന്നതുകൊണ്ട് മാത്രം ഒരു കാര്യവുമില്ല എന്ന് വരുന്നതായിരുന്നു പിന്നീട് കരുവന്നൂർ വിഷയവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ. അതുകൊണ്ട് പെട്ടെന്ന് തിരികെ എത്താം. ഇപ്പോൾ VT ബൽറാം കോൺഗ്രസ് നേതാവ് ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ VT ബൽറാം, ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് CPIM-ന് സഹകരണ ബാങ്കുകളിൽ, പ്രത്യേകിച്ച് കരുവന്നൂർ സഹകരണ ബാങ്കിൽ മാത്രം 5 വ്യാജ അക്കൗണ്ടുകൾ അല്ലെങ്കിൽ കണക്കുകളിൽ വെളിപ്പെടുത്താത്ത അക്കൗണ്ടുകൾ, രഹസ്യ അക്കൗണ്ടുകൾ ഉണ്ട് എന്നുള്ളതാണ്. ഇത് താങ്കളെ സംബന്ധിച്ചിടത്തോളം വിശ്വസനീയമായ ഒരു റിപ്പോർട്ടായി തോന്നുന്നുണ്ടോ? ഇത്തരം പ്രവൃത്തികളൊക്കെ CPM-ന്റെ ഭാഗത്ത് നിന്നുണ്ടാകാൻ താങ്കൾ സാധ്യത കാണുന്നുണ്ടോ? കരുവന്നൂർ ബാങ്ക് എന്ന് പറയുന്നത് CPM-നെ സംബന്ധിച്ച് അവരുടെ ഒരു കറവ പശുവാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിൽ അവിശ്വസനീയതയുടെ ഒരു കാര്യമില്ല. അത് പൂർണ്ണമായിട്ടുള്ള ബോധ്യം ഈ നാട്ടിലെ എല്ലാവർക്കും ഉണ്ടാവുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഞാനൊന്ന് ഇടപെടുന്നത്, ഈ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത് ED ആണ്. ED പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളെ ഒക്കെ വേട്ടയാടുന്നു എന്നൊരു നരേഷൻ കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നുണ്ടല്ലോ. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, താങ്കൾ അത് വിശ്വസിക്കുന്നുണ്ടോ എന്ന്. അല്ല, ഞാൻ കരുവന്നൂർ ബാങ്കും CPM-ന്റെ നേതൃത്വവും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചാണല്ലോ നിങ്ങൾ ചോദിച്ചത്. അപ്പോൾ അത് ഇന്നും ഇന്നലെയും പുറത്തു വന്നതല്ല. എന്തുകൊണ്ടാണ് ED ഈ CPM-വുമായി ബന്ധപ്പെട്ട കേസുകളിൽ മാത്രം ഇത്രയും കാലം നടപടി എടുക്കാത്തത് എന്നുള്ള സ്വാഭാവികമായിട്ടുള്ള ചോദ്യവും സംശയവുമാണ് നമ്മുടെയൊക്കെ മനസ്സിലുണ്ടായിരുന്നത്. കാരണം രാജ്യത്തെ മറ്റ് CPM ഇതര പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളെയൊക്കെ ED ഒന്നിനു പുറകെ ഒന്നായി വേട്ടയാടാൻ തുടങ്ങിയിട്ട് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി. കേരളത്തിലേക്ക് വരുമ്പോൾ CPM-ന്റെ വിഷയം വരുമ്പോൾ മുഖ്യമന്ത്രിയുടെയും കുടുംബത്തിന്റെയും വിഷയം വരുമ്പോൾ മാത്രം അത്തരം നടപടികളൊന്നും ഉണ്ടാവുന്നില്ല എന്നുള്ളതായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്ന പരാതി. അവിടെ ശ്രീ VT ബൽറാം, ഞാൻ വീണ്ടും ഒന്ന് ഇടപെടുന്നത്, ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ജനുവരി 16-ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇതുമായി ബന്ധപ്പെട്ട വിവരം റിസർവ് ബാങ്കിന് കൈമാറിയിട്ടുണ്ട് എന്നാണ്. പലപ്പോഴും ഇത് ഏതെങ്കിലും മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ലഭിക്കുമ്പോഴാണല്ലോ പൊതുസമൂഹം അറിയുന്നത്. ഇപ്പോൾ ED-യെയും റിസർവ് ബാങ്കിനെയും ഒക്കെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു നോട്ടീസ് നൽകുകയോ ലഭിക്കുകയോ ചെയ്താൽ ഉടനെ മാധ്യമങ്ങളെ ഒന്നും വിളിച്ചറിയിക്കില്ല. അപ്പോൾ ഇതിപ്പോൾ വന്ന ഒന്ന് എന്ന് നമുക്ക് വിലയിരുത്താനാകില്ല. അതായത് ഈ കരുവന്നൂരുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകളുടെ വാർത്തകൾ പുറത്തു വന്ന ആ സമയത്ത്, അല്ലെങ്കിൽ അതിന്റെ തുടർച്ചയായി തന്നെ വേണം അനുമാനിക്കാൻ. മാധ്യമങ്ങൾക്ക് ഇത് ലഭിച്ചത് വൈകി എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഇത് രണ്ടായി തന്നെ കാണണം. ED-യുടെ സ്വാഭാവിക നടപടികളുമായിട്ട് അവർ മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. ശരി. പക്ഷേ ഇന്ത്യ രാജ്യത്ത് ഒരു പൊതു തെരഞ്ഞെടുപ്പ് ഈ ദിവസങ്ങളിലൊക്കെ നടക്കും എന്നുള്ളത് എത്രയോ കാലങ്ങളായിട്ട് തീരുമാനിക്കപ്പെട്ട കാര്യമാണല്ലോ. 5 വർഷം മുമ്പ് തീരുമാനിക്കപ്പെട്ട കാര്യമാണല്ലോ. 2024 മെയ് മാസത്തിൽ, ഏപ്രിൽ മാസത്തിലൊക്കെ തെരഞ്ഞെടുപ്പ് നടക്കുമെന്ന്. അപ്പൊ ഈ തെരഞ്ഞെടുപ്പിന് മുൻപോടിയായിട്ട് മാത്രം ED അമിതാവേശം കാണിക്കുന്നതിനെ വ്യത്യസ്തമായിട്ട് തന്നെ കാണാം. തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുന്നാലെയായിട്ട് കോൺഗ്രസിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യുന്നു. തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുൻപായിട്ട് ഇന്ത്യയിലെ ഒരു മുഖ്യമന്ത്രിയെ പിടിച്ച് ജയിലിലിടുന്നു. തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുമ്പായിട്ട് ED മറ്റു പലതരത്തിലുള്ള നടപടികളുമായി BJP അല്ലാത്ത രാഷ്ട്രീയ പാർട്ടികളുടെ പുറകെ പോകുന്നു എന്നുള്ളത് വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിനെയാണ് നമ്മൾ രാഷ്ട്രീയ വേട്ടയാടലിന്റെ ഭാഗമായിട്ട് നോക്കിക്കാണുന്നത്. പക്ഷെ കരുവന്നൂർ അടക്കമുള്ള കേരളത്തിലെ CPM-വുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെ പരസ്യമായി പറഞ്ഞതുപോലെ ആരുടെ ഓഫീസിലാണ് സ്വർണ്ണ കള്ളക്കടത്ത് നടത്തുന്നത് എന്നത് എല്ലാവർക്കും അറിയാം എന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഏജൻസിയാണല്ലോ ഈ ED ഒക്കെ. അപ്പൊ അതിൽ നിയമാനുസൃതമായിട്ടുള്ള നടപടികൾ ഉണ്ടാവുന്നില്ല, എന്നിട്ട് തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുമ്പായിട്ട് എന്തൊക്കെയോ നടപടികൾ ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ അതിനെയാണ് നമ്മൾ രാഷ്ട്രീയമായി നോക്കിക്കാണുന്നത്. CPM-ഉം കരുവന്നൂർ തമ്മിലുള്ള ബന്ധം എല്ലാവർക്കും അറിയാം. CPM-ന്റെ ഉന്നത നേതൃത്വം, CPM-ന്റെ നേതാവായിട്ടുള്ള AC മൊയ്തീൻ, CPM-ന്റെ നേതാവ് മുൻ MP ആയിട്ടുള്ള PK ബിജു, ഇപ്പോൾ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന മന്ത്രി രാധാകൃഷ്ണൻ അടക്കമുള്ള തൃശൂർ ജില്ലയുമായി ബന്ധപ്പെട്ട CPM-ന്റെ നേതാക്കന്മാർക്കൊക്കെ അതുമായിട്ട് ബന്ധമുണ്ട്. LDF-ന്റെ കൺവീനർ EP ജയരാജന് അതുമായിട്ടുള്ള ബന്ധമുണ്ട്. ഇതടക്കമുള്ള നിരവധിയായിട്ടുള്ള ബന്ധങ്ങൾ CPM-ന്റെ നേതൃത്വത്തിന് ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ അതിന്റെ തെളിവുകൾ ഓരോന്ന് പുറത്തു വരുന്നത് സ്വാഭാവികം എന്ന് മാത്രമേ നമ്മൾ കാണുന്നു. അതായത് മുന്നോടിയായിട്ടുള്ള രാഷ്ട്രീയ വേട്ടയാടൽ അത് വേറെ തന്നെ. അതായത് ഈ പാർട്ടി നേതൃത്വത്തിന്റെ കൃത്യമായ അറിവോടെയാണ് ഇത്തരം ഇടപെടലുകൾ നടക്കുന്നത്, അങ്ങനെയാണോ?
കരുവന്നൂർ ബാങ്കും CPM-ന്റെ പാർട്ടി നേതൃത്വം തമ്മിലുള്ള ബന്ധത്തിൽ എല്ലാവർക്കും ആ നിലയിലുള്ള ഒരു തിരിച്ചറിവ് തന്നെയാണല്ലോ ഉള്ളത്. അത് CPM-ന്റെ അറിവോടെ അല്ലാതെ നടക്കില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ നിലയ്ക്കുള്ള മൊഴികൾ ഇഡിക്ക് നേരത്തെ ലഭിച്ചിട്ടുണ്ട്. അല്ല, എന്റെ സംശയം ഇപ്പോൾ നമുക്കറിയാമല്ലോ, ഈ സഹകരണ സംഘങ്ങൾ, സഹകരണ ബാങ്കുകൾ, അതിലൊക്കെ പ്രാദേശികമായ പാർട്ടി സംവിധാനങ്ങൾക്ക് വേണമെങ്കിൽ അക്കൗണ്ടുകൾ തുടങ്ങാം. ആ അക്കൗണ്ടുകൾ അങ്ങനെ മുന്നോട്ട് പോകുന്നു എന്ന തരത്തിൽ അനുമാനിച്ച് നമുക്ക് ഇതിനെ തള്ളിക്കളയാൻ സാധിക്കും. അല്ലെങ്കിൽ നേതൃത്വം ഇതൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ ഒരു മറുപടി എന്ന തരത്തിലുള്ള ഒരു മറുപടി നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായാൽ, അല്ല, CPM-ന്റെ ഇതിനെക്കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ എന്താണെന്ന് നോക്കട്ടെ. ഇഡിയുടെ കണ്ടെത്തൽ എന്താണെന്ന് അവരും വിശദമാക്കട്ടെ. ഇതിപ്പോ ബാക്കി വാർത്തകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി എന്നുള്ള നിലയിൽ മാത്രമാണ് ഞാൻ പറയുന്നത്. CPM-നെ സംബന്ധിച്ച് കരുവന്നൂർ ബാങ്ക് എന്ന് പറയുന്നത് അവരുടെ ഏറ്റവും വലിയ പൊന്മുട്ടയിടുന്ന താറാവായിരുന്നു. അവർക്ക് വലിയ രീതിയിലുള്ള ഇടപെടലുകൾ അതിലുണ്ടായിട്ടുണ്ട്. അത് പാർട്ടി തലത്തിൽ തന്നെ അന്വേഷിച്ച് സ്ഥിരീകരിക്കപ്പെട്ട കാര്യമാണ്. പാർട്ടിയുടെ ഉന്നത നേതാക്കന്മാരുടെ അറിവോട് കൂടിയുള്ളതാണ്, പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിന്റെ കൂടി അറിവോട് കൂടിയുള്ളതാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഉള്ളത് കമ്മിറ്റിക്കാണോ, ലോക്കൽ കമ്മിറ്റിക്കാണോ, ഇവർക്ക് എല്ലാവർക്കും കൂടിയിട്ടാണോ എന്നുള്ളതൊക്കെ ഇഡി കൃത്യമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് മുന്നോട്ട് വെക്കുന്നത് എങ്കിൽ അതിനെ ആ നിലയ്ക്കാണ് നമുക്ക് നോക്കുക. അതിനെക്കുറിച്ച് എനിക്കിപ്പോ ആധികാരിക. ശരി, വളരെയധികം നന്ദി ശ്രീ VT ബൽറാം ഞങ്ങളോട് പ്രതികരിച്ചതിന്. MS അനീഷ് കുമാർ, ഇവിടെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമായി CPM-നെ സംബന്ധിച്ചിടത്തോളം പാർട്ടിക്ക് കേഡർ സ്വഭാവമുണ്ട്. പാർട്ടിയുടെ മുതിർന്ന നേതാക്കളെ അടക്കം പാർട്ടി സംവിധാനങ്ങൾ മോണിറ്റർ ചെയ്യുന്ന സംവിധാനമുണ്ട്. പ്രാദേശിക തലത്തിൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ എങ്ങനെയായിരിക്കണം, പാർട്ടി പ്രവർത്തകർ എങ്ങനെയായിരിക്കണം എന്നത് സംബന്ധിച്ച് പാർട്ടിക്ക് നയരേഖകളുണ്ട്. റൈറ്റ്, അനീഷ് ഇപ്പോൾ ഇല്ല. ഡാനിയിലേക്ക് വരുമ്പോൾ, ഡാനി, നമുക്കറിയാം ഇപ്പോൾ മുഖ്യമന്ത്രിയാകട്ടെ, ഒരു MP ആകട്ടെ, MLA ആകട്ടെ, പാർട്ടി പദവികളിൽ നിന്നുകൊണ്ട് ലഭിക്കുന്ന പണത്തെ സംബന്ധിച്ച് കൃത്യമായ കണക്കുണ്ടാവുക, അതിൽ ഒരു ഭാഗം പാർട്ടിയിലേക്ക് ലെവിയായി നൽകുക, പാർട്ടി പ്രവർത്തകരും നേതാക്കളുമെല്ലാം അവരുടെ സമ്പത്ത് എന്ത് എന്നത് സംബന്ധിച്ച് പാർട്ടിക്കടക്കം കൃത്യമായ രേഖകൾ നൽകുക. അങ്ങനെ സുതാര്യമായിരിക്കണം CPIM നേതാക്കളുടെയും അണികളുടെയും പ്രവർത്തനങ്ങൾ എന്ന് കൃത്യമായ മാർഗനിർദ്ദേശമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് CPIM. അപ്പോൾ ആ പാർട്ടിയുടെ ഏതെങ്കിലും ഘടകം ഏതെങ്കിലും ഒരു ബാങ്കിൽ ഏതെങ്കിലും തരത്തിൽ അക്കൗണ്ട് നടത്തുന്നുണ്ടെങ്കിൽ അത് പാർട്ടിയുടെ അറിവോടുകൂടി മാത്രമേ സാധിക്കുകയുള്ളൂ. ഇതിൽ VT ബൽറാം സൂചിപ്പിച്ചതുപോലെ ഇനിയിപ്പോൾ പാർട്ടിയുടെ പ്രതികരണം ഔദ്യോഗികമായി വരണമെന്ന് പറയുമ്പോൾ പോലും നേതൃത്വത്തിനടക്കം ഒഴിഞ്ഞു മാറാൻ പറ്റുന്ന ഒന്നാണോ ഇപ്പോഴത്തെ ഈ ആരോപണം? അഭിലാഷ, ഒരിക്കലുമല്ല. കാരണം നേതൃത്വത്തിന് ഇത് ഒഴിഞ്ഞു മാറാനും കഴിയില്ല. ഇതിൽ ഇഡി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല സംസ്ഥാന നേതാക്കളെ തന്നെ ചോദ്യം ചെയ്യാൻ വിളിച്ചിരുന്നു. പ്രത്യേകിച്ച് ജില്ലാ സെക്രട്ടറി കൂടിയായ MM വർഗീസ്, AC മൊയ്തീൻ, അദ്ദേഹം മന്ത്രിയാണ്, മന്ത്രിയായിരുന്നു, MLA ആണ് ഇപ്പോഴും. അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇഡി അന്വേഷണത്തിന്റെ ഭാഗമായി ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നവരെല്ലാം തന്നെ CPM-ന്റെ വലിയ നേതാക്കൾ തന്നെയാണ്. അതുകൊണ്ട് ഇക്കാര്യങ്ങളിൽ അവർ ഉത്തരം നൽകിയേ തീരൂ എന്ന് തന്നെയാണ് പൊതുവിൽ ഇത് നിരീക്ഷിക്കുന്ന എല്ലാവരും തന്നെ പറയുന്നത്. പക്ഷേ കൃത്യമായൊരു വിശദീകരണത്തിലേക്ക്, എന്തുകൊണ്ട് അവിടെ എന്ത് സംഭവിച്ചു എന്നത് സംബന്ധിച്ച കാര്യമായ രീതിയിലൊരു വിശദീകരണത്തിലേക്ക് CPM ഇതുവരെയും എത്തിയിട്ടില്ല എന്നത് ഒരു വസ്തുത തന്നെയാണ്. കാരണം ഈ CPM ഇതിൽ ഇഡി ആദ്യഘട്ട കുറ്റപത്രം സമർപ്പിക്കുന്നു. അതിൽ ഇതിനകം തന്നെ 4 പേര് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പലരെയും ചോദ്യം ചെയ്യാൻ വിളിക്കുന്നു. ഇനിയും ഇതിൻ്റെ തുടർച്ചയായ അന്വേഷണങ്ങൾ നടക്കുകയാണ്. ഈ രീതിയിൽ വലിയ രീതിയിലൊരു സ്കാം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നിരുന്നു. പ്രത്യേകിച്ച് ഇതിൽ CPM-ന്റെ തന്നെ അക്കൗണ്ടുകളിലേക്ക് തന്നെയാണ് ഇതിലേക്ക് ചോദ്യമെത്തുന്നത്. കാരണം കരുവന്നൂർ ബ്രാഞ്ചിന് തന്നെയും CPM-ന്റെ ലോക്കൽ ബ്രാഞ്ചിന് തന്നെയും ഇതിൽ അക്കൗണ്ടുകൾ ഉണ്ടായിരുന്നു എന്നതും അതിലേക്ക് വന്ന പണം ഇടപാടുകൾ സംബന്ധിച്ച വലിയ ദുരൂഹതകൾ അവശേഷിക്കുന്നു. വലിയ ചോദ്യങ്ങൾ ഇതിൽ ഉണ്ടാകുമ്പോൾ ഈ പണമെല്ലാം പല അക്കൗണ്ടുകളിൽ നിന്ന് ഒറ്റയടിക്ക് പിൻവലിക്കപ്പെട്ടു. അതിൽ കൃത്യമായൊരു വിശദീകരണത്തിലേക്ക് എത്താനായിട്ട് ഇതുവരെയും കഴിഞ്ഞില്ല. എന്തുകൊണ്ട് ഇതെല്ലാം സംഭവിച്ചു എന്ന കാര്യങ്ങൾ വിശദീകരണത്തിലേക്ക് വരുന്നതില്ല. അതുമാത്രവുമല്ല, CPM-ന്റെ നിയന്ത്രണത്തിലുള്ള കരുവന്നൂരിന് സമാനമായ രീതിയിൽ സമീപ പ്രദേശത്തെ സഹകരണ ബാങ്കുകൾ അടക്കമുള്ള കാര്യങ്ങളുണ്ട്. ഇവിടങ്ങളിലെല്ലാം തന്നെ സമാനമായ രീതിയിൽ തന്നെ ഇടപാടുകൾ നടന്നതായി ഇഡി സംശയിക്കുന്നുണ്ട്. പലയിടങ്ങളിലും പരിശോധന നടക്കുന്നുണ്ട്. ചിലയിടങ്ങളിലെ സ്ഥിതികൾ വളരെ ഗുരുതരമാണ്, സാമ്പത്തിക സ്ഥിതി എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇഡി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലെല്ലാം ഒരു പാർട്ടിയുടെ നേതൃത്വത്തിന്, പാർട്ടിക്ക് വളരെ വ്യക്തമായ രീതിയിൽ തന്നെ അറിയാവുന്ന ആളുകൾ, പാർട്ടിയുടെ ഒരു ഭരണസമിതി അവിടെ നിലനിൽക്കുന്നിടത്താണ് ഇതെല്ലാം തന്നെ നടന്നിരിക്കുന്നത് എന്നതാണ് കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത്തരം
കാര്യങ്ങൾക്ക് ഇവർ ഉത്തരം നൽകുക എന്നത് തന്നെയാണ്. പ്രത്യേകിച്ച് ഒരു സിസ്റ്റം വളരെ കൃത്യമായിട്ട് നടപ്പിലാക്കുന്ന ഒരു പാർട്ടി എന്ന രീതിയിൽ തന്നെ ഈ കാര്യങ്ങളിലെല്ലാം തന്നെ ഉത്തരം നൽകേണ്ടതാണ്. കേരളം അത് കാത്തിരിക്കുകയും ചെയ്യും. ശരി ഡാനിയിലേക്ക് വളരെ പെട്ടെന്ന് തിരികെ എത്താം. ഇപ്പോൾ അഡ്വക്കേറ്റ് ജയശങ്കർ, രാഷ്ട്രീയ നിരീക്ഷകൻ, ടെലിഫോൺ ലൈനിലുണ്ട്. അഡ്വക്കേറ്റ് ജയശങ്കർ, ഈ കേന്ദ്ര സർക്കാർ ഉൾപ്പെടെ അവതരിപ്പിക്കുകയും പാസ്സാക്കപ്പെടുകയും ഒക്കെ ചെയ്ത ഇലക്ട്രൽ ബോണ്ടിൽ ഉൾപ്പെടെ കൃത്യമായ നിലപാട് സ്വീകരിച്ച ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് CPIM. അങ്ങനെ ഒരു ഫണ്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് കൃത്യമായി പൊതുസമൂഹത്തോട് പറഞ്ഞ ഒരു പാർട്ടിയാണ് CPIM. പക്ഷേ ഇപ്പോൾ ED കുരുക്കുമുറുക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് കരുവന്നൂർ ബാങ്കിൽ മാത്രം CPIM-ന് 5 രഹസ്യ അക്കൗണ്ടുകൾ ഉണ്ട് എന്ന് ED പറയുന്നു. ഇത് സംബന്ധിച്ച റിപ്പോർട്ട് റിസർവ് ബാങ്കിനും കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ED കൈമാറിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പലപ്പോഴും കേന്ദ്ര സർക്കാർ ഈ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് വേട്ടയാടുന്നു എന്നാണല്ലോ CPIM അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നത്. അങ്ങനെയൊരു വേട്ടയാടലിന്റെ ഭാഗമായി മാത്രം ഇതിനെ കാണാൻ സാധിക്കുമോ? അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നതിൽ തകരാറൊന്നുമില്ല. എല്ലാ പാർട്ടിക്കാരും അങ്ങനെയുള്ള ആരോപണം ഉന്നയിക്കാം. കോൺഗ്രസ് ഭരണകാലത്ത് BJP-യും സഖ്യകക്ഷികളും ഒക്കെ അവർക്കെതിരായിട്ട് ഇതുപോലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചു. ഇപ്പോ കോൺഗ്രസ് മുന്നണിയിൽ നിന്ന് DMK വിട്ടുമാറിയിട്ട് തൊട്ടടുത്ത ദിവസം DMK നേതാക്കളുടെ വീട്ടിൽ ഇൻകം ടാക്സ് റെഡി ചെയ്തു. അന്ന് എൻഫോഴ്സ്മെന്റ് ഇത്ര ശക്തമായിട്ട് രംഗത്തില്ല. പിന്നീടാണ് മണി ലോണ്ടറിംഗ് ആക്ട് ഭേദഗതി ചെയ്തത്. എൻഫോഴ്സ്മെന്റിനെ ഒരു വളരെ ഫലപ്രദമായ രാഷ്ട്രീയ ഉപകരണമാക്കി പരിവർത്തനം ചെയ്തു. ഞാൻ അതിന്റെ ആ ന്യായാന്യായതകളിലേക്ക് പോകുന്നില്ല. നമ്മൾ കരുവന്നൂർ ബാങ്കിലേക്ക് വന്നാൽ അവിടെ വലിയ ധനാപകരണം നടന്നു എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയം. കേരള സംസ്ഥാന സർക്കാർ തന്നെ പറയുന്നത് 103 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നു എന്നാണ്. മറ്റ് തൽപര കക്ഷികൾ പറയുന്ന 300 കോടിയിലധികമാണ്. ഏതായാലും 100 കോടിക്കും 300 കോടിക്കിടക്ക് തട്ടിപ്പ് നടന്ന ഒരു കാര്യത്തെക്കുറിച്ച് കേന്ദ്ര ഏജൻസി അല്ല ഇനി അന്താരാഷ്ട്ര ഏജൻസി അന്വേഷിച്ചാലും തെറ്റില്ലെന്നാണ് എന്റെ അഭിപ്രായം. മാത്രവുമല്ല, ഇതിന്റെ രാഷ്ട്രീയവും ധാർമ്മികവുമായ ഉത്തരവാദിത്തത്തിൽ നിന്ന് CPM-ന് ഒരു കാരണവശാലും ഒഴിഞ്ഞു മാറാൻ പറ്റുകയില്ല. കാരണം പാർട്ടിയുടെ പരിപൂർണമായ നിയന്ത്രണത്തിൽ ഉണ്ടായിരുന്ന ഒരു സ്ഥാപനമാണ്. പാർട്ടിയുടെ ചെറിയ നേതാക്കൾക്കും വലിയ നേതാക്കൾക്കും ഇതിൽ പങ്കുണ്ട്. പാർട്ടി ജില്ലാ കമ്മിറ്റി പലതവണ ചർച്ച ചെയ്ത വിഷയമാണ് അവിടുത്തെ തട്ടിപ്പ്. അതിന്റെ ആഴം എത്രയാണ്, പരപ്പ് എത്രയാണെന്ന് നമുക്കറിയില്ല. പാർട്ടി ജില്ലാ നേതൃത്വം ചർച്ച ചെയ്ത, പാർട്ടി കേന്ദ്ര നേതൃത്വത്തിന്റെ സംസ്ഥാന നേതൃത്വത്തിന്റെ വരെ ശ്രദ്ധയിൽപ്പെടുത്തിയ ഒരു കാര്യത്തിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്തത്തിൽ നിന്ന്, രാഷ്ട്രീയമായ ഉത്തരവാദിത്തത്തിൽ നിന്ന് CPM-ന് ഒഴിഞ്ഞു മാറാൻ പറ്റുകയില്ല. പിന്നെ എൻഫോഴ്സ്മെന്റുകാർ വരുമ്പോൾ കേന്ദ്ര ഏജൻസി വരുന്നത് ഞങ്ങളെ പീഡിപ്പിക്കുന്നത് എന്നൊന്നും പറയുന്നതിൽ കഥയില്ല. കാരണം അതിന് വഴി തെളിച്ചു കൊടുത്തത് ഇവർ തന്നെയാണ്, യാതൊരു സംശയമില്ല. അതുമാത്രമല്ല, ഇത്ര വലിയൊരു അഴിമതി നടന്നു, അതിൽ അന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ ഇപ്പോഴല്ല 3-4 മാസം മുമ്പ് തൃശ്ശൂര് പലതവണ ഇവര് ഈ ജനകീയ മാർച്ചും വലിയ പൊതുസമ്മേളനമൊക്കെ നടത്തി കേന്ദ്ര ഏജൻസികളെ വെല്ലുവിളിച്ചതാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ വലിയ തട്ടിപ്പ് നടത്തിയതും പോരാ, അതിനു പുറമെ ആളുകളെ വെല്ലുവിളിക്കുകയും കൂടി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത് ഒരു പരിഹാസ്യമായ നിലപാടാണ്. ഇനിയിപ്പോ എൻഫോഴ്സ്മെന്റുകാർ എന്ന് വരും, ആരെയൊക്കെ പൊക്കിക്കൊണ്ടുപോകുന്ന നമുക്കറിയില്ല. അതിൽ അല്പസമയം മുമ്പ് VT ബൽറാം ന്യൂസ് 18നോട് പ്രതികരിച്ചപ്പോൾ ഉന്നയിച്ചൊരു സംശയം, ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇടപെടുന്നതിൽ തെറ്റൊന്നുമില്ല, പക്ഷേ ഇടപെടുന്ന സമയമുണ്ടല്ലോ, അതിൽ സംശയമുണ്ട് എന്നാണ്. താങ്കൾക്ക് അങ്ങനെ ഒരു നിരീക്ഷണമുണ്ടോ? ഇപ്പോൾ ലഭിക്കുന്ന ഇൻപുട്ടുകൾ അനുസരിച്ച് ED ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ജനുവരി 16-നാണ് റിസർവ് ബാങ്കിനെ അറിയിച്ചിട്ടുള്ളത്. ആ വാർത്ത പുറത്തേക്ക് വരാൻ വൈകിയിട്ടുണ്ട്, മാധ്യമങ്ങൾക്ക് ലഭിച്ചത് ഇപ്പോഴാണ്. അല്ല, എൻഫോഴ്സ്മെന്റുകാർ ഇത്രാം തീയതിക്ക് ശേഷമേ നടപടി എടുക്കാമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിനങ്ങനെ പ്രത്യേകിച്ച് മുഹൂർത്തമൊന്നും നിശ്ചയിച്ചിട്ടില്ല. ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ചെയ്യായിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നു. എനിക്ക് തോന്നുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി അടക്കം ഇതിന്റെ സംശയത്തിന്റെ നിഴലിലാണ് നിൽക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലൊക്കെ വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന കരുവന്നൂർ കേസിൽ വളരെ ടൈറ്റഡ് ആയിട്ടുള്ള ആളുകളാണ്. ചുരുങ്ങിയ പക്ഷെ അവര് മത്സര രംഗത്തുനിന്ന് മാറ്റി നിർത്തുക, അതുപോലെ തെരഞ്ഞെടുപ്പിന്റെ സജീവ പ്രചരണങ്ങളിൽ നിന്നെങ്കിലും മാറ്റി നിർത്താനുള്ള ഒരു രാഷ്ട്രീയ മര്യാദ CPM കാണിക്കണ്ടായിരുന്നു. അതിന് പറയും ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ഒക്കെ താക്കോൽ സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തതൊക്കെ ഈ കളങ്കിതരായ നേതാക്കളാണ്. അപ്പൊ അതിന്റെ രാഷ്ട്രീയമായ പ്രത്യാഘാതം മനസ്സിലാക്കാതെ ചെയ്താണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇപ്പൊ പാർട്ടിയും ആ കാര്യം കൊണ്ടൊരു തിരിച്ചടി ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും കൃത്യമായ നടപടിയുമായി തന്നെ മുന്നോട്ട് പോകും ഇത്തരം കേന്ദ്ര ഏജൻസികൾ എന്ന് പ്രതീക്ഷിക്കാമോ? കേരളത്തിൽ മാത്രമല്ല, ഇപ്പോൾ രാജ്യവ്യാപകമായി നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് തന്നെ പണ്ടൊക്കെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയിരുന്നു, പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, അവർ സ്വതന്ത്രരാണ് എന്നാണ്. അങ്ങനെ സ്വതന്ത്രമായാണ് നീങ്ങുന്നത് എന്ന് വിലയിരുത്താൻ സാധിക്കുമോ?
അങ്ങനെ സ്വതന്ത്രമായിട്ടാണ് പ്രവർത്തിക്കുന്നതെന്നൊന്നും ആരും വിശ്വസിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആരാധകരും ഭക്തന്മാരും പോലും വിചാരിക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അങ്ങനെ വിചാരിക്കുന്നതിൽ അർത്ഥമില്ല. ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവർ മൂഢസ്വർഗത്തിലാണ്, യാതൊരു സംശയമില്ല. ഈ എൻഫോഴ്സ്മെന്റിനെ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, അരവിന്ദ് കെജ്രിവാളിന്റെ പേരിൽ നടപടി ഉണ്ടാവില്ല അല്ലല്ലോ. കരുവന്നൂർ ബാങ്കിന്റെ കാര്യത്തിൽ അത് വലിയ ഒരു തട്ടിപ്പാണ്, വലിയ കുംഭകോണം അതിന്റെ അകത്ത് നടന്നിട്ടുണ്ട്. സാധാരണക്കാരായ ഒരുപാട് ആളുകളുടെ പണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അവിടെ ബാങ്കിൽ പണം ഇട്ടിട്ട് ചികിത്സയ്ക്ക് കാശ് കിട്ടാതെ ബുദ്ധിമുട്ടുന്ന ആളുകൾ തൃശ്ശൂരും പരിസര പ്രദേശത്തും ഉണ്ട്. അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തട്ടെ പാർട്ടി. അത് കഴിഞ്ഞിട്ട് നമ്മളെ പോലുള്ള ആൾക്കാരെ ബോധ്യപ്പെടുത്തട്ടെ. ഈ ബാങ്കിൽ പണം ഇട്ട ആളുകൾക്ക് പണം തിരിച്ചു കൊടുക്കാനുള്ള എന്തെങ്കിലും സംവിധാനം ചെയ്യട്ടെ. മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ബക്കറ്റ് പിരിവ് നടത്തിയിട്ടാണെങ്കിലും ആൾക്കാർക്ക് പൈസ തിരിച്ചു കൊടുക്കട്ടെ. അത് കഴിഞ്ഞിട്ട് സിദ്ധാന്തം പറയട്ടെ. സിദ്ധാന്തമൊക്കെ നമുക്ക് കേൾക്കാൻ താല്പര്യമുണ്ട്. താത്വികമായിട്ടുള്ള അവലോകനങ്ങളൊക്കെ എനിക്ക് ഇഷ്ടമാണ്, കേൾക്കുന്നവർക്കൊക്കെ ഇഷ്ടമായിരിക്കും. പക്ഷേ അവിടെ പണം ഇട്ട് കുടുങ്ങിപ്പോയ ആൾക്കാരില്ലേ, അവരുടെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കട്ടെ. അതിന് പാർട്ടിക്ക് എന്താ നടപടികൾ? 103 കോടിയുടെ നഷ്ടം ഉണ്ടായിരുന്നെങ്കിൽ ആ നഷ്ടം നേരത്താൽ എന്ത് നടപടിയാണ് CPM എടുത്തത്? അതിന് നടപടി എടുക്കണം. അതിന് ശേഷം കേന്ദ്ര ഏജൻസികളെ കുറ്റം പറയുമോ? നമുക്ക് രാഷ്ട്രീയമായിട്ട് വിശകലനം ചെയ്യാം, എന്തുവേണം ചെയ്യാം. എന്തായാലും വളരെയധികം നന്ദി ശ്രീ അഡ്വക്കേറ്റ് ജയശങ്കർ ഞങ്ങളോട് പ്രതികരിച്ചതിന്. കേന്ദ്ര ഏജൻസികൾ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളെ വേട്ടയാടുന്നുവെന്ന് CPIM ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ആക്ഷേപം ഉന്നയിക്കുമ്പോഴാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് CPIMന് വ്യാജ അക്കൗണ്ടുകളുണ്ട്, കരുവന്നൂർ ബാങ്കിൽ മാത്രം 5 അക്കൗണ്ടുകളുണ്ട്, മറ്റ് സഹകരണ സംഘങ്ങളിൽ ഇതിലും കൂടുതൽ അക്കൗണ്ടുകൾ ഉണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ട് ഇക്കാര്യം സൂചിപ്പിച്ച കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിന് അതോടൊപ്പം തന്നെ റിസർവ് ബാങ്കിന് ഉൾപ്പെടെ ആണ് കത്ത് നൽകിയിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഏപ്രിൽ 26 കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്ന രാഷ്ട്രീയ സാഹചര്യം കൂടിയുണ്ട്. അതിനിടയിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അടക്കം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമീപിച്ചിട്ടുള്ളത്. ന്യൂസ് 10 ഇനിയൊരു ഇടവേള.